ഭഗവത്ഗീത 6-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ. സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. സുഖം ആത്യന്തികം യത്തത്, അവിടെ നിർത്തുക. ബുദ്ധിഗ്രാഹം അതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിത ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ. യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ. അതിച്ചിരി പദം പിരിക്കാനുണ്ട്. തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം എന്നാണ് വാക്ക്. അതൊന്നിച്ച് വായിക്കേണ്ടതാണ്. പക്ഷേ അവിടെ നമ്മളെ ആ ഈണവും അതൊന്ന് ശരിയായി വായിക്കുന്നതിനൊരു താളം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ പോസ് കൊടുക്കാം. ആ ദുഃഖസംയോഗ വരെ അവിടെ ആകുമ്പോൾ 8 അക്ഷരമാകുമല്ലോ. തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ. നീട്ടുണ്ട് ചേതസാ. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. സങ്കൽപ്പപ്രഭവാൻ കാമാൻ എന്നാക്കുക. എന്നിട്ട് പൂജ്യം വെട്ടുക, സായും വേണ്ട. അവിടെ നിർത്തുന്നതുകൊണ്ടാണ് കേട്ടോ. പിരിച്ച് പദം പിരിക്കുക അവിടെ നമ്മൾ ചെയ്യുന്നതിപ്പോൾ. അതുകൊണ്ട് ത്യക്ത്വ ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ സങ്കൽപ്പപ്രഭവാൻ കാമാം ത്യക്ത്വ സർവാൻ അശേഷത. അത്ര ധൃതി പിടിച്ചല്ല നമ്മൾ ഗീത ചാൻറ്റിങ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ചാൻറ്റിങ് വായന ആണ്, പാരായണമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിർത്തി വായിക്കുന്നതായിരിക്കും. ഗ്രൂപ്പായിട്ടിരുന്ന് വായിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ശനൈരുപരമേത്. ശനൈ എന്ന് പറയണം. കാരണം ശനൈ കഴിഞ്ഞിട്ട് വിസർഗമുള്ളതുകൊണ്ട് രണ്ടാമത് പറയുന്ന ശ ഇരട്ടിച്ച് ഉച്ചരിക്കണമെന്നാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കും? ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ. മനഃകൃത്വ കണ്ടോ, മന കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട്, കൃത്വ എന്ന് പറയണം. ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. യതോ നിശ്ചരതി. ശാന്ന് കേൾക്കണം കേട്ടോ. നിശ്ചരതി എന്ന് പറയരുത്, നിശ്ചരതി. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. ഒന്നിച്ച് ഞാൻ ഒരു വായന മാത്രമായിട്ട് വായിച്ച് കേൾപ്പിക്കാം. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. പദം ഒന്ന് പിരിച്ച് നോക്കാം. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം. മനഃ ചഞ്ചലമസ്ഥിരം. അതൊന്നിച്ച് പറഞ്ഞതാണ് മനശ്ചഞ്ചലമസ്ഥിരം. അതൊന്നും പിരിക്കണ്ട. തതസ്തതോ, തതഃ തതോ, അതാണ് സാ വന്നത് അവിടെ. തതസ്തതോ നിയമ്യൈതത്. പിന്നെ ആത്മന്യേവയാണ്. അപ്പം
നിയമൈതത് എന്നാക്കുക. ദായുടെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇടുക, ദീർഘം വെട്ടി കളഞ്ഞിട്ട് അവിടെ ആന്നെഴുതി കുഞ്ഞ് ആയിട്ട് എഴുതി വെക്കുക. അങ്ങനെയാകുമ്പോൾ പദം പിരിച്ച് അല്ലെങ്കിൽ വേറൊരു 26 എന്ന നമ്പർ ഇട്ടിട്ട് വേറൊരു കടലാസയിലോ അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ മാർജിനിലോ എങ്കിലും എഴുതി വെച്ചിട്ട് അതെങ്ങനെയാണ് അവരവരുടെ സൗകര്യം പോലെ ഇതൊക്കെ നമുക്കിത് പഠിച്ചു കഴിയുമ്പോൾ അതെല്ലാം മായ്ച്ച് കളയാം. അതിന് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് സൗകര്യമായിരിക്കും. കാരണം ഗ്രൂപ്പ് വായനയ്ക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത് പഠിക്കുന്നത് കേട്ടോ. തതസ്തതോ നിയമൈതത് ആത്മന്യേവ വശം നയേത് പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. അതിനകത്തൊന്നും പ്രത്യേകിച്ചില്ല. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം. അവിടെ നിർത്തണം. അത്യന്തം സുഖമശ്നുതേ. ഒന്നുകൂടെ വായിക്കാമേ. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ആദ്യത്തെ ലൈനിൽ പ്രത്യേകതയൊന്നുമില്ല. സുഖേന ബ്രഹ്മസംസ്പർശം എന്നാക്കുക. എന്നിട്ട് ആ മാ വെട്ടിയിട്ട് ആയാക്കുക. അവിടെ അത്യന്തം സ്പർശം അത്യന്തം സ്പർശം അത്യന്തം എന്ന് ഒന്നിച്ചു വന്നതാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം ആത്മാനം അങ്ങനെയാ വാക്ക്. ഒന്നിച്ച് വായിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട അവിടെ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. അവിടെ 2 നാ വരുന്നുണ്ട്. നാ എന്ന് ഉച്ചരിക്കണം, നാ എന്നല്ല, നാ. തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഒന്നുകൂടെ വായിച്ചേക്കാം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഹരി ഓം.